MLA 9433 കഴിഞ്ഞ തവണ താങ്കളുടെ ഭൂരിപക്ഷം. ഇതേ മണ്ഡലത്തിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ നില 6220 കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ താങ്കളുടെ എതിർ സ്ഥാനാർത്ഥിയെ വരുന്ന വി അബ്ദുറഹ്മാൻ, അദ്ദേഹം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ ശക്തമായ ഒരു മത്സരം കാഴ്ചവെച്ച വ്യക്തിയാണ്. താങ്കൾക്ക് ഭയമുണ്ടോ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ? അല്ല, ഈ താനൂർ നിയോജകമണ്ഡലത്തിന്റെ പഴയകാലത്തെ പ്രതാപങ്ങളായി നിന്നിരുന്ന ലീഗിന്റെ 5 പഞ്ചായത്തുകൾ വെട്ടിമാറ്റപ്പെട്ടു. നന്നമ്പ്ര, തെന്നല, പെരുമണ്ണക്കളാരി, എടരിക്കോട്, പറപ്പൂര്. അതിനുശേഷം 9000-നും 10,000-നും ഇടയിലാണ് എന്റെ ഭൂരിപക്ഷം 2 തവണയും. പിന്നീട് അത് ഇ ടി മുഹമ്മദ് ബഷീർ വലിച്ചത് ലോക്സഭയിലേക്ക് 7200 കുറഞ്ഞു. പക്ഷേ ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 3 മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് മുന്നണിയില്ലാതെ മത്സരിക്കേണ്ടി വന്നിട്ട് പോലും ഞങ്ങളുടെ ഭൂരിപക്ഷം 10,000-ലേക്ക് എത്തി. തീർച്ചയായും അതിന്റെ 10 മടങ്ങായിരിക്കും വരുന്ന ഭൂരിപക്ഷം എന്ന ആത്മവിശ്വാസം എനിക്കുണ്ട്. എന്തൊക്കെ വിഷയങ്ങൾ, അതായത് പൊതുവിലുള്ള കേരളം ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ, ഉദാഹരണത്തിന് ഇപ്പോൾ സോളാർ വിഷയം, അഴിമതി ആരോപണം നേരിടുന്ന മന്ത്രിമാർ, കോൺഗ്രസിനകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ, ഇതെല്ലാം താനൂർ മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടുമോ? അല്ല, ഈ വിഷയങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. കേരളത്തിൽ അധർമ്മത്തിനെതിരെ വലിയൊരു പോരാട്ടം നടന്ന മണ്ണാണ്. ആ മണ്ണിൽ എനിക്ക് അതിലേറ്റവും പ്രധാനപ്പെട്ട് പറയുന്നത് കേരളത്തിലെ ബാറുകൾ അടച്ചുപൂട്ടിയത് തന്നെയായിരുന്നു. 730ഓളം ബാറുകൾ അടച്ചുപൂട്ടുക എന്നത് ചെറിയ കാര്യമല്ല. ഇവിടെ എനിക്ക് അഭിമാനിക്കാൻ കഴിയും. അതിന്റെ ഭാഗമായിട്ട് ഈ താനൂർ നിയോജക മണ്ഡലം എന്ന് പറയുന്നത് കേരളത്തിൽ ഒരൊറ്റ കള്ള് ഷാപ്പോ ബാറോ ഇല്ലാത്ത നിയോജക മണ്ഡലമാണ് എന്നൊരു അഭിമാനം കൂടി എനിക്കുണ്ട്. ഈ ബാറുകൾ അടച്ചുപൂട്ടിയപ്പോൾ അതിനെ തുടർന്ന് ആ ബാറ് കൊണ്ട് ലാഭം കൊയ്തിരുന്ന ചില ദുശക്തികളുണ്ട്. ചാക്കിൽ കെട്ടി പണം വീട്ടിലേക്ക് എത്തിച്ചിരുന്ന 700-ൽ പരം കോടീശ്വരന്മാർ ഇന്ന് സർക്കാരിനെതിരാണ്. ഞങ്ങൾക്കറിയാം ആ കോടീശ്വരന്മാർ എന്ത് ഹീനമായ മാർഗവും ഈ ഗവൺമെന്റിനെ തകർക്കാനെടുക്കും. ആ കൂട്ടത്തിൽ നിങ്ങൾ പറഞ്ഞ പല സരിഗമയും ഉണ്ടാകാം. അത് മാത്രമേ ഞാൻ ഈ കൂട്ടത്തിൽ പറയുന്നുള്ളൂ. താനൂരിലെ 10 വർഷം പ്രതികരിച്ച രണ്ടത്താണി MLA അവറുകളോട് നമുക്കറിയാം, താനൂർ പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ പഞ്ചായത്ത് മുസ്ലിം ലീഗാണ് ഭരിക്കുന്നത്, നിയമസഭയിലത്തെ പ്രതിനിധി മുസ്ലിം ലീഗാണ്, അതുപോലെ തന്നെ ഇവിടുത്തെ പാർലമെന്റ് മുസ്ലിം ലീഗാണ്. ഇങ്ങനെ 10-40 വർഷമായിട്ട് രാജ്യത്തിന്റെ ഭരണകർത്താക്കന്മാരും ഭരണം ഭരിച്ചവരും ഈ രാജ്യത്ത് നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായ കുടിവെള്ളം, ഈ കുടിവെള്ളത്തിന് 40 വർഷമായിട്ട് ഈ ജനങ്ങളിലേക്ക് എത്താത്തതിന്റെ ഒരു ഉദാഹരണമാണ്. ഒരു നാട്ടിലെ വികസനം എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ കുടിവെള്ളം, ശുദ്ധമായ കുടിവെള്ളം കിട്ടുന്നുണ്ടോ, വികസനമാണ്. പാർപ്പിടമുണ്ടോ, വികസനമാണ്. വെളിച്ചമുണ്ടോ, വികസനമാണ്. ഇതിന്റെ ഭാഗമായി നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കൂ. നിങ്ങളുടെ പാർട്ടിയുടെ ലേബിളിൽ തന്നെ ഇവിടെ കുടിവെള്ളം വിതരണം ചെയ്യുന്നു, പ്രതിപക്ഷം വിതരണം ചെയ്യുന്നു, മറ്റു കക്ഷികൾ വിതരണം ചെയ്യുന്നു. എന്തിന്റെ ശോചനാവസ്ഥയാണ്? 40 വർഷം നിങ്ങൾ ഭരിച്ചിട്ട് ഇതുപോലെ ഒരു ശുദ്ധജലം കൊടുക്കാത്ത നിങ്ങൾ ഇനി എന്ന് കൊടുക്കൂ എന്നതാണ് ഇവിടുത്തെ ജനങ്ങളോട് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇവിടുത്തെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറഞ്ഞു. വിദ്യാഭ്യാസം നോക്കാം. കേരളത്തിൽ കോളേജ് ഒരു താനൂർ നിയോജക മണ്ഡലത്തിലല്ല, കേരളത്തിന്റെ സംസ്ഥാന സർക്കാർ കോളേജില്ലാത്ത മുഴുവൻ നിയോജക മണ്ഡലവും കോളേജ് അനുവദിച്ചപ്പോഴാണ് ഇവിടെ കോളേജ് അനുവദിച്ചത്. ഇവിടുത്തെ കുട്ടികളുടെ ശ്രദ്ധ നിങ്ങൾ മനസ്സിലാക്കില്ലേ? മലബാർ മേഖലയിൽ വിദ്യാഭ്യാസപരമായി ഉയർന്ന വിദ്യാഭ്യാസം നേടി SLC പാസ്സായ കുട്ടികൾക്ക് ഇവിടെ +2-ൽ സീറ്റില്ല. എന്തുകൊണ്ട്? എത്ര തവണ ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി കൈകാര്യം ചെയ്തു മുസ്ലിം ലീഗ്? ഇത് സാധിച്ചിട്ടില്ല. എന്ന തെക്കൻ ജില്ലകളിൽ ഇനി ഇതാ റിസൾട്ട് വരാൻ നിൽക്കുന്നു, SLCയുടെ റിസൾട്ട് വരാൻ നിൽക്കുന്നു. നമ്മുടെ കുട്ടികൾ നെട്ടോട്ടമാണ്. ഒരു സീറ്റിന് വേണ്ടി നെട്ടോട്ടം ഓടുന്ന ഒരു ദുരിതാവസ്ഥ നമ്മുടെ താനൂർ മണ്ഡലം നിവാസികൾക്ക് മാത്രമല്ല, മലപ്പുറം ജില്ലയിലെ മുഴുവൻ നിവാസികൾക്കുമുണ്ട്. അത് എന്തുകൊണ്ട് ഇത്രയും കാലം വിദ്യാഭ്യാസം സാധിച്ചില്ല എന്നുള്ളത് മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടത്. ഒന്ന്, ഭവനം. ഞാനിവിടെ പലതവണ ആവർത്തിച്ചിട്ടും ആവർത്തിച്ച് തന്നെ വീണ്ടും സർവ്വണം നടത്തുകയാണ്. ഈ താനൂര് കടലോരത്ത് തന്നെ 2000-ഓളം വീടുകൾ നിർമ്മിച്ചു. ബാക്കിയുള്ള ഭാഗം കിടക്കട്ടെ. 2000-ഓളം വീടുകൾ നിർമ്മിച്ചു നൽകിയത് ചെറിയ കാര്യമായി കാണരുത്. വീടുകൾ നൽകുന്നത് ഒന്നിച്ച് എല്ലാം ഒറ്റയടിക്ക് തീർക്കുക എന്നല്ല. പിന്നെ മറ്റൊന്ന് ഇവിടെ പറഞ്ഞത് വൈദ്യുതി. താനൂർ ഇന്ന് സമ്പൂർണ്ണ വൈദ്യുതീകരണ നിയോജക മണ്ഡലമാണ്. 13 കോടി രൂപയാണ് അതിനുവേണ്ടി വിനിയോഗിച്ചത്. ഇവിടെ വന്ന് പ്രഖ്യാപിച്ച് 50ഓളം ട്രാൻസ്ഫോമറുകൾ അലോട്ട് ചെയ്തതിൽ 60 ട്രാൻസ്ഫോമർ അലോട്ട് ചെയ്തതിൽ 50 തന്നെ ഇതുവരെ വെക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി വെച്ചുകൊണ്ടിരിക്കുക. ഇത് സമ്പൂർണ്ണ വൈദ്യുതീകരണ നിയോജക മണ്ഡലമാണ്. പിന്നെ അതോടൊപ്പം തന്നെ മൂന്നാമത് കുടിവെള്ളത്തിന്റെ കാര്യം ഇവിടെ പറഞ്ഞു. കുടിവെള്ളത്തിന്റെ കാര്യം അത് നമ്മുടെ കുടിവെള്ളത്തിന് ക്ഷാമം നേരിടുന്നത് എപ്പോഴാണ്? നമ്മുടെ പുതിയ വീടുകൾ വെക്കുന്നു. പഴയകാലത്തെ മലപ്പുറം ജില്ല എന്ന് പറയുന്നത് എന്താണ്? ഒരു വീട്ടിൽ ഒരു കക്കൂസ് ഉണ്ടാകും. അവന്റെ കുളിയും അവന്റെ അലക്കും എല്ലാം കുളത്തിൽ നിന്നാണ്. അവനാകെ കുടിക്കാനുള്ള വെള്ളം മാത്രമേ കിണറിൽ നിന്ന് നോക്കൂ. ഇന്ന് 5 വീടുണ്ടെങ്കിൽ 5 കക്കൂസ. എല്ലാ വീട്ടിലേക്കും അവിടെ തന്നെ എല്ലായിടത്തും ഫ്ലഷ് ഔട്ട് ആയിട്ടുള്ള വെള്ളം പോകുന്ന സംവിധാനവുമാണ്. വെള്ളത്തിന്റെ ദുർവിനിയോഗം നടക്കുകയാണ്.
നടത്തുകയാണ്. ആ ദുർവിനിയോഗം നിർത്തണം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുണ്ട്. ഉള്ള വെള്ളം ഇവിടെ കിട്ടാത്തത് കൊണ്ട്, ഇവിടെ കിട്ടുന്ന വെള്ളം തികയാത്തത് കൊണ്ടാണ് ദൂരെ നിന്ന് വെള്ളം കൊണ്ടുവരേണ്ടി വരുന്നത്. ആ കൊണ്ടുവരുന്ന സമയത്ത് തടയാതിരുന്നാൽ മതി. ഇപ്പോൾ ഒഴൂർ പഞ്ചായത്തിൽ 30 കോടിയുടെ കുടിവെള്ള പദ്ധതിയുടെ പണി നടക്കുക, കടലുണ്ടിപ്പുഴ എന്നുള്ള സ്കീം. അവിടെ റോഡ് വിളിക്കുന്നു എന്ന് പറഞ്ഞാണ്. റോഡ് വിളിക്കാതെ പൈപ്പിടാൻ കഴിയില്ല. ഇനി തിരുനാവായിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു, ഇവിടെ റോഡ് വിളിക്കും, അപ്പോഴും പൈപ്പിടേണ്ടി വരും. അപ്പോഴൊന്നും മാറി കൊടി പിടിച്ച് വരാതിരുന്നാൽ മതി. ഒരു 5 കൊല്ലം കൊണ്ട് വെള്ളം കിട്ടുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. ശ്രീ അഷ്റഫ് വയലത്തൂർ, ഇവിടെ ഇത് ലീഗിനോടൊപ്പം നിന്നിട്ടുള്ളൊരു ചരിത്രമാണ് താനൂർ മണ്ഡലത്തിലുള്ളത്. ഇത്തവണ ആ ഒരു നിലയിൽ മാറ്റം വരാൻ കഴിയുന്ന തരത്തിലുള്ള വിഷയങ്ങൾ ഇവിടെ ചർച്ചയാകാൻ സാധ്യതയുണ്ടോ? എന്തായിരിക്കും ജനവിധിയെ സ്വാധീനിക്കാൻ പോകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അടിസ്ഥാനപരമായ വിഷയങ്ങളുടെ കാര്യത്തിൽ താനൂരിനെ പറ്റി പറയുമ്പോൾ താനൂർ നിവാസികൾക്ക് തന്നെ അറിയാം, താനൂർ ഒരു പിന്നോക്ക ഏരിയ ആണെന്നാ പറയാറ് തന്നെ. ഇങ്ങനെ കാലത്തിനോടൊപ്പം നടക്കാൻ കഴിയാത്ത രീതിയിൽ അടിസ്ഥാന വിഷയങ്ങളിൽ ശാക്തീകരണം നടക്കാതെ പോവുകയും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ വളരെ പുറകോട്ട് പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ താനൂരിൽ മാത്രമല്ല മലബാറിൽ പൊതുവെ അങ്ങനെ വർഷങ്ങളായിട്ട് അതിന്റെ പ്രക്ഷോഭങ്ങൾ തന്നെ നടന്നു വരികയാണ്. മലബാറുമായി ബന്ധപ്പെട്ട് കേരളത്തിലല്ലേ മലബാർ എന്ന് ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് പ്രക്ഷോഭങ്ങൾ നടന്നു വരുന്ന ഒരവസ്ഥയിലാണ്. ആനുപാതികപരമായിട്ടുള്ള സൗകര്യങ്ങളും സർക്കാർ സർവീസുകളും നമുക്ക് ലഭ്യമാകുന്നില്ല. 45 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ തിങ്ങിത്താമസിക്കുന്ന ഒരു സ്റ്റേറ്റ് ആയിട്ട് തന്നെ രൂപീകരിക്കാൻ വലിപ്പമുള്ള ഒരു മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആനുപാതികപരമായിട്ടുള്ള സൗകര്യങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളത് നേരത്തെ തന്നെ ഇവിടെ വളരെ ചർച്ചയായ വിഷയമാണ്. പക്ഷെ ആ തരത്തിലുള്ള സംഗതികളും മുസ്ലിം ലീഗിനെ പോലുള്ള കക്ഷികൾക്ക് നേതൃത്വം കൊടുക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ തരത്തിലുള്ള ഒരു മുന്നേറ്റം നടക്കുന്നില്ല. ജില്ലാ പഞ്ചായത്തിന്റെ ഒരു പ്രമേയം പാസ്സാക്കുന്നതിൽ ഒതുങ്ങി നിൽക്കുകയാണ് ജില്ലാ വിഭജനത്തിന്റെ കാര്യം പോലും. അതേപോലെ തന്നെ നമ്മുടെ അടിസ്ഥാനപരമായ പല വിഷയങ്ങളും കോഴിക്കോട് എയർപോർട്ട് അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ മുസ്ലിം ലീഗ് വളരെയധികം പിന്തിരിപ്പനായിട്ടുള്ള സമീപനങ്ങളാണ് എടുത്തു വരുന്നത്. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അവസാനം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന നാളുകളിൽ കേരളത്തിന്റെ പ്രകൃതി മുഴുവൻ വിറ്റ് തുലച്ചപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചു പാണക്കാട്ട് തങ്ങളിൽ നിന്നും പരിസ്ഥിതി സൗഹൃദമായ ഒരു വർത്തമാനമെങ്കിൽ കേൾക്കുമെന്ന്. ഒരു KPCC പ്രസിഡന്റിന് ഉറക്കമൊഴിച്ച് കാത്തിരിക്കേണ്ട അവസ്ഥ. 4 ഹരിത MLA ഇല്ലായിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രി കേരളത്തിലെ നിയമസഭ ഇരിക്കുന്നിടം വരെ വിറ്റ് കാശാക്കുന്ന ഒരവസ്ഥ. അപ്പോഴും പരിസ്ഥിതി സൗഹൃദമായ ഒരു വർത്തമാനം മുസ്ലിം ലീഗിന്റെ MLA-യിൽ നിന്നോ MLA-മാരിൽ നിന്നോ മുസ്ലിം ലീഗിന്റെ ആത്മീയ നേതൃത്വത്തിൽ നിന്നോ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, നമ്മൾ കേൾക്കുന്നില്ല. കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഒരു പരിസ്ഥിതി സൗഹൃദ പാർട്ടിയായി മാറാത്തത് എന്നാണ് വെൽഫെയർ പാർട്ടിക്ക് ചോദിക്കാനുള്ളത്. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്നത്. സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് നമ്മുടെ ഈ മലബാർ മേഖലയിൽ ഒരൊറ്റ കോളേജില്ല. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോളേജുകളുള്ള ജില്ല മലപ്പുറം ജില്ലയാണ് എന്നതും നിങ്ങൾ അറിയണം. ഏറ്റവും കൂടുതൽ സ്കൂളുകളുള്ളത് മലപ്പുറം ജില്ലയാണ്. ഇന്ന് ഇതിലൊന്നും ഒട്ടും കുറവില്ല. നന്നായിട്ട് കോളേജ് ഉണ്ട്. ജില്ല വലുതായത് കൊണ്ടല്ല. അതിനുശേഷം നിങ്ങൾ പറഞ്ഞല്ലോ, കിട്ടിയല്ലോ കോളേജുകൾ, യൂണിവേഴ്സിറ്റികൾ. എത്ര യൂണിവേഴ്സിറ്റിയായി? എത്ര യൂണിവേഴ്സിറ്റിയോട് വന്നു? നമ്മുടെ മലപ്പുറത്ത് തന്നെ നേരത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മാത്രമായിരുന്നു. ഒന്ന് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. അതിനെ ഞെരിച്ചുമല്ല മറ്റുള്ളവർ ശ്രമിക്കുകയാണ്. അതെ, ഐസിയുലാങ്ങളിൽ കൊണ്ടുവന്നല്ലോ ഞങ്ങള്. അതുപോലെ തന്നെ മലയാള യൂണിവേഴ്സിറ്റി, ഇനി ആയുർവേദ യൂണിവേഴ്സിറ്റി ഇപ്പോൾ വരാൻ പോവാണ്. ഇങ്ങനെയുള്ള ഓരോ രംഗത്തും ഇടപെട്ടുകൊണ്ട് കൃത്യമായി ആ കാര്യങ്ങളിൽ ഇടപെടലുകൾ നടത്തുകയാണ്. പിന്നെ ഇവിടെ പറഞ്ഞു താനൂരിൽ കോളേജ്. എവിടെയോ ഒരു ചെറിയ തെറ്റ് പറ്റി. മുഖ്യമന്ത്രി ഇവിടെ വന്നാ പ്രസംഗിച്ചത്. താനൂരിൽ ഒരു കോളേജിന് വേണ്ടി അബ്ദുറഹ്മാൻ നടത്തിയ പോരാട്ടം കൊണ്ടാണ് എനിക്ക് മറ്റുള്ളിടത്ത് കോളേജ് കൊടുക്കേണ്ടി വന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രി പറയുകയും പത്രങ്ങളിൽ വരികയും ചെയ്താണ് താനൂരിൽ കോളേജ് വന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് കിട്ടി എന്നതല്ലാതെ മറ്റുള്ളവരെ കൊണ്ട് താനൂരിൽ കിട്ടി എന്ന് പറയണ്ട. എല്ലാവർക്കും അറിയാം താനൂരിന്റെ കോളേജുമായി ബന്ധപ്പെട്ട് താനൂരിലെ 2 പ്രധാനപ്പെട്ട വികസനങ്ങളുമായി ബന്ധപ്പെട്ട് MLA നേരത്തെ സംസാരിച്ചു. ഒന്ന്, 28 കോടി രൂപ മുടക്കി ദേവദാർ മേൽപ്പാലം പണിതതാണ്. ദേവദാർ മേൽപ്പാലം പണിതതിനു ശേഷം ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം നാട്ടുകാർ മനസ്സിലാക്കണം. ആ പാലം പണിത് ഉദ്ഘാടനം ചെയ്യുന്ന അന്ന് അവിടെ ടോൾ ബൂത്ത് സ്ഥാപിച്ചിട്ടില്ല. മുഖ്യമന്ത്രി വന്ന് MLA അധ്യക്ഷനായിരിക്കുന്ന സദസ്സ് അവിടെ ആയിരക്കണക്കിന് ജനങ്ങളവിടെ തമ്പടിക്കുന്ന സമയത്ത് ടോൾ ബൂത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. മുഖ്യമന്ത്രിയും MLA-യും നാട്ടുകാരും പിരിഞ്ഞുപോയി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് രാത്രി 2 മണിക്ക് സ്ഥാപിക്കപ്പെട്ട ഒരു ടോൾ ബൂത്താണ് ഇന്ന് നാട്ടുകാരെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ വിഷയം, ഈ MLA ഇത്തവണ MLA ആയി അവരോധനായ സമയത്ത് 5 കോടി രൂപയാണ് താനൂർ ഗവൺമെന്റ് കോളേജിന് വേണ്ടി അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് മാറ്റിവെച്ചത്. 5 കോടി രൂപയിൽ നിന്ന് എത്ര കോടി മുടക്കിയിട്ടാണ് ഇപ്പോൾ കോളേജിന്റെ പണി തീർത്തതെന്ന് MLA പറയേണ്ടതുണ്ട്. എന്തുകൊണ്ട് 5 കോടി രൂപ മുടക്കിയ കെട്ടിടം പരിപൂർണമായ രീതിയിൽ കോളേജിന് വിദ്യാർത്ഥികൾക്ക് വേണ്ടി സൗകര്യം ചെയ്ത് കൊടുക്കുന്നില്ല എന്നത് നാട്ടുകാരുടെ സംശയമാണ്. അദ്ദേഹം ഒരു പക്ഷേ ഇവിടെ പരിശോധിക്കാത്തതുകൊണ്ടായിരിക്കും. 5 കോടി രൂപയുടെ കെട്ടിടമല്ല ഇവിടെ പണിയുന്നത്, 6.5 കോടി രൂപയുടേതാണ്.
അതിൽ 1.5 കോടി രൂപയുടെ ആദ്യത്തെ ബ്ലോക്ക് പണി കഴിഞ്ഞു. അത് സെമി പെർമനന്റ് ബ്ലോക്ക് എന്നാണ് പേര്. സെമി പെർമനന്റ് ബ്ലോക്ക്. 5 കോടി രൂപയുടെ പക്കാ കെട്ടിടത്തിന്റെ പ്രവൃത്തി ടെൻഡർ ചെയ്ത പ്രവൃത്തി നടക്കാനിരിക്കുകയാണ്. കെട്ടിടങ്ങൾക്ക് 5 കോടിയാണ് അദ്ദേഹത്തിന്റെ വികസന ചാകരയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 6.5 കോടി ഉണ്ട്. 5 അല്ല, 6.5 കോടി ഉണ്ട്. 5 കോടി രൂപയുടെ ഇതുപോലുള്ള ആളുകൾക്ക് മറുപടി പറയാൻ ഞങ്ങളെപ്പോലുള്ള ആളുകളുണ്ട്. ബഹുമാനപ്പെട്ട എം എൽ എ ഒരു മിനിറ്റ്. 1 കോടി രൂപയുടെ പ്രവൃത്തി അവിടെ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി 5 കോടി രൂപയുടെ വർക്ക് ടെൻഡർ കഴിഞ്ഞു. താനൂർ നിയോജകമണ്ഡലത്തില് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കെട്ടിടങ്ങളുടെ അഭാവങ്ങളൊന്നുമില്ല. എല്ലായിടത്തും കെട്ടിടം കൊടുക്കുന്നുണ്ട്. ഇവിടെയും 5 കോടി രൂപയുടെ കെട്ടിടം ടെൻഡർ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ പാലിച്ചിട്ടുണ്ടെങ്കിൽ ഇനി കോളേജിന്റെ ഒരു കെട്ടിടം എന്നതും അങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന കാണേണ്ടി വരും. ഒരു സംശയം വേണ്ട. അങ്ങ് ഇവിടെ തീരദേശ ഹൈവേയെ കുറിച്ച് പറഞ്ഞു. അന്ന് അങ്ങയുടെ പൂർവികന്മാരായ പാർട്ടിന്റെ ആളുകൾ അതിനെതിർത്തു. ഇപ്പൊ അങ്ങ് പറഞ്ഞത് വെൽഫെയർ പാർട്ടി അന്ന് രൂപീകരിച്ചില്ലെന്ന്. 2 കൊല്ലം 3 കൊല്ലം കൂടിയിട്ട് പാർട്ടി മാറ്റുന്നതിന് ഞങ്ങൾ കുറ്റല്ല. 3 പതിറ്റാണ്ട് കാലത്തോളം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അംഗീകാരമില്ലാതെ നടത്തി ആളുകൾക്ക് വളരെയധികം പ്രയാസം, കുട്ടികൾക്ക് രക്ഷിതാക്കൾക്ക് വളരെയധികം പ്രയാസം ഉണ്ടാക്കിയിരുന്ന ICH എന്ന ഒരു സ്കൂൾ സ്ഥാപനമുണ്ട്, ഒരു വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട്. ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ താനൂർ നിയോജക മണ്ഡലം MLA ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ പരിശ്രമ ഫലമായി ആ സ്കൂളിന് അംഗീകാരം നൽകിയിട്ടുണ്ട് എങ്കിൽ, നേടിക്കൊടുത്തിട്ടുണ്ട് എങ്കിൽ, വിദ്യാഭ്യാസ കാര്യത്തിൽ താനൂർ നിയോജക മണ്ഡലത്തിൽ അങ്ങ് നൽകിയ ഏറ്റവും നല്ല പ്രവൃത്തി തന്നെയാണെന്ന് ജനം അംഗീകരിക്കുന്നുണ്ട്. 30 വർഷമായിട്ട് സ്കൂളിന് അംഗീകാരം കിട്ടാത്തതിന്റെ വിഷയം പറഞ്ഞു. അതിന്റെ അംഗീകാരം 30 വർഷം നീണ്ടതിന്റെ അംഗീകാരവും മുസ്ലിം ലീഗിലാണ്. അതും കൂടി നിങ്ങൾ സമ്മതിച്ചു തരണം.